ഇസ്രയേൽ ഇറാൻ സംഘർഷം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘർഷ സമയത്ത് സുരക്ഷിതമായ ഇടത്തേക്ക് മാറണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യൻ എംബസിയിൽ പ്രത്യേക കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. പിയ സുനിൽ നമുക്കൊപ്പം. പിയ സുനിൽ, ഗുഡ് ഈവനിംഗ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായാലും അവിടെയൊക്കെ നമ്മുടെ ഒരു പൗരനെങ്കിലും ഉണ്ടാകും എന്നതാണ്. കാരണം ഇന്ത്യക്കാരുടെ സാന്നിധ്യം ഇതര രാജ്യങ്ങളിൽ അത്രമാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ്, പ്രത്യേകിച്ചും യാത്രാ പ്ലാനുകളിലടക്കം പലർക്കും മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ട്. വിമാന സർവീസുകളൊക്കെ വ്യോമപാത കടക്കാത്ത സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഇരു രാജ്യങ്ങളിലുമുള്ള ഇസ്രയേലിലും ഇറാനിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് എടുത്തിട്ടുള്ള നടപടികൾ എന്താണ്? ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു നിലപാട് എന്താണ് ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ഇറാനും ഇസ്രയേലും പോകുമ്പോൾ? സുജയ, ഗുഡ് ഈവനിങ്. ഏതായാലും കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ സർക്കാർ ഈ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏതായാലും ആശങ്കയോടെ തന്നെയാണ് ഇന്ത്യ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഈ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കുന്നതാണ്. ഏതായാലും ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ തന്നെ ഇന്ത്യ ആശങ്ക അറിയിച്ചതാണ്. ഇരു രാജ്യങ്ങളും ഒരു സമാധാനത്തിലേക്ക് വരണം, ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് ഇന്ത്യ പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യക്കാർ സുരക്ഷിതരായി ഇരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. ഇന്നലെ അതിനായുള്ളൊരു അഡ്വൈസറി പുറത്തിറക്കിയിരുന്നു. ഇന്നിപ്പോൾ എംബസികളിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇറാനിലെ എംബസിയിൽ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ അവിടുത്തെ നമ്പറുകളിൽ ബന്ധപ്പെടണം, സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് എന്നൊക്കെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കരുതലോടെ എല്ലാവരും ഇരിക്കണം ഇന്ത്യക്കാർ, ഈ പ്രദേശത്തുള്ളവർ എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇരു രാജ്യങ്ങളോടും ഒരു സമാധാനത്തിലേക്ക് വരാൻ അഭ്യർത്ഥിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നാളെ വിദേശ യാത്രയ്ക്കായി പുറപ്പെടുകയാണ്. തീർച്ചയായും ഇസ്രയേലായാലും ഇറാനായാലും ഇന്ത്യക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ്. രണ്ട് രാജ്യങ്ങളുമായി ദീർഘകാലമായി വ്യാപാര ബന്ധമൊക്കെ തന്നെ വളരെ ശക്തമായി കൊണ്ടുപോകുന്ന രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല, പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ ശേഷം നരേന്ദ്രമോദി ആദ്യമായി ഇസ്രയേൽ സന്ദർശനം നടത്തിയതൊക്കെ തന്നെ വലിയ ചർച്ചയാണ്. അതായാലും നേരത്തെ നമുക്കറിയാം, പലസ്തീന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ അന്ന് ഇസ്രയേലിനെ ആദ്യം പിന്തുണച്ചുവെങ്കിൽ പോലും പിന്നീട് രണ്ട് രാജ്യങ്ങൾ ഈ ഐക്യരാഷ്ട്രസഭയിലെ വോട്ടെടുപ്പിൽ നിന്നൊക്കെ തന്നെ ഇന്ത്യ വിട്ടുനിൽക്കുകയും ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം മാറണം എന്ന് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഏതായാലും പുതിയ സാഹചര്യത്തിലും ഇറാന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ ഇസ്രയേൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. ഏതായാലും പശ്ചിമേഷ്യയിൽ ഈ ഒരു സാഹചര്യം തുടരുന്നത് തീർച്ചയായും ഗുണകരമല്ല. അതുകൊണ്ട് ഒരു സമാധാനം വരണം എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. ഓക്കെ, താങ്ക് യു പിയ സുനിൽ.